ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. ശരീരം എന്നും ഒരേപോലെയല്ല. ഇത് അനുനിമിഷം പരിണമിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇന്ന് ആരോഗ്യത്തോടുകൂടി ഇരിക്കുന്നുവെങ്കിൽ നാളെ നമുക്ക് ഈ ആരോഗ്യം കണ്ടു എന്ന് വരില്ല. ബാല്യകാലം കഴിഞ്ഞ് കൗമാരത്തിലെത്തി, കൗമാരത്തിൽ നിന്നും യൗവനത്തിലെത്തി, യൗവനവും തരണം ചെയ്ത് വാർദ്ധക്യത്തിലെത്തുമ്പോൾ കൂട്ടിനായി അതുവരെ ഉണ്ടായിരുന്ന പലതും വിട്ടുമാറുന്നു. വാർദ്ധക്യത്തിലെത്തുമ്പോൾ ശരിക്കും കൂട്ടുകാർ വേറെ ചിലരാണ്. അതാരാണെന്നറിയണ്ടേ? രോഗങ്ങൾ തന്നെ. എല്ലാവർക്കും ഇല്ലെങ്കിലും ചിലർക്കൊക്കെ കൂട്ടിനായി രോഗങ്ങൾ വരും. ഒരു കവി പറയുകയാണ്, വാർദ്ധക്യം വന്നു ചേരുമ്പോൾ രോഗങ്ങൾ കൂട്ടിനായി വരും, അതിൽ നിന്നും വിമുക്തി നേടാൻ പ്രാർത്ഥിക്കുന്നു നിരന്തരം. അപ്പോൾ ഒരാശ്വാസമാണ്. കാരണം വാർദ്ധക്യത്തിലേക്ക് ശരീരം എത്തി വീഴുമ്പോൾ ഭയവും പരിഭ്രമവും കൂടെയുണ്ടാകും. ഭാവി ഇരുളടഞ്ഞതായി മാറും. ഭൂതകാല സ്മരണകൾ മാത്രം അയവിറക്കിക്കൊണ്ട് ജീവിക്കുന്നു. അങ്ങനെ ഭൂതകാലങ്ങളിലേക്ക് ഓടി ഇരുളടഞ്ഞ ഭാവിയിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് മരണത്തെയും രോഗത്തെയും സ്വാഗതം ചെയ്യേണ്ട അവസ്ഥ വരുമല്ലോ എന്ന നിരാശാബോധവും അടക്കി ഭരിക്കുന്നു. അതാണ് വാർദ്ധക്യം വന്നു ചേരുമ്പോൾ രോഗങ്ങൾ കൂട്ടിനായി വരും. മറ്റു കൂട്ടുകാരെല്ലാം മെല്ലെ മെല്ലെ നമ്മിൽ നിന്നും അകന്നു പോകും. അപ്പോൾ തനിക്ക് സഖിയായി, തനിക്ക് തുണയായി, തനിക്ക് അഭയപ്രദനായി ഭഗവാനെ അവിടുന്ന് വരണേ എന്ന് ആ വൈകിയ വേളയിലെങ്കിലും ചിലർക്കെങ്കിലും തോന്നാറുണ്ട്. ഭഗവാനെ സർവാത്മന ആശ്രയിക്കുന്ന ഒരാൾക്ക് എല്ലാ സുരക്ഷയും ഉറപ്പാണ്. അതുപോലെ വാർദ്ധക്യത്തിലും നാം മറ്റെല്ലാം വിട്ട് ഈശ്വര ശരണാഗതി വരുമ്പോൾ അവിടെ ആശ്വാസവും സന്തോഷവും സംതൃപ്തിയും നിറഞ്ഞു കവിഞ്ഞ് ഒഴുകുക സ്വാഭാവികമാണ്. വാർദ്ധക്യം വന്നു ചേരുമ്പോൾ രോഗങ്ങൾ കൂട്ടിനായി വരും, അതിൽ നിന്നു മുക്തി നേടാൻ പ്രാർത്ഥിക്കുന്നു നിരന്തരം. അവസാന കാലത്തെങ്കിലും അത്തരത്തിലൊരു ശരണാഗതി വന്നാൽ, നല്ല ഒരു വാർദ്ധക്യകാലം ഉണ്ടായാൽ അതിനെ തുടർന്നുണ്ടാകുന്ന ജനനം അല്ലെങ്കിൽ കുട്ടിക്കാലം നല്ലതായിരിക്കും. വാർദ്ധക്യം നന്നായാൽ മാത്രമേ കുട്ടിക്കാലം നന്നാവുകയുള്ളൂ. ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും, വാർദ്ധക്യമാണോ കുട്ടിക്കാലമാണോ ആദ്യമുണ്ടായത്? കുട്ടിക്കാലം ഉണ്ടായതിന് ശേഷമല്ലേ വാർദ്ധക്യമുണ്ടായത് എന്ന് സ്വാഭാവികമായും നാം ഒക്കെ ധരിച്ചു വെച്ചിരിക്കുന്നു. അത് ശരിയാണ്. കുട്ടിക്കാലമാണ് പരിണമിച്ച് വാർദ്ധക്യത്തിലെത്ത്. എന്നാൽ ആ വാർദ്ധക്യം തന്നെ പരിണമിച്ചാണ് കുട്ടിക്കാലമായി രൂപാന്തരപ്പെടുന്നത്. നല്ല ഒരു വൃദ്ധാവസ്ഥയെ വിനിയോഗിച്ചാൽ മാത്രമേ നല്ല ഒരു കുട്ടിക്കാലം, ശോഭനമായ ഒരു കുട്ടിക്കാലം നമുക്കുണ്ടാവുകയുള്ളൂ. വാർദ്ധക്യം എപ്രകാരമായിരിക്കുമോ അപ്രകാരമായിരിക്കും മരണവും. മരണം ഏത് പ്രകാരത്തിലാണോ അതിനനുസരിച്ചായിരിക്കും ജനനവും. ഈ മരിച്ച്, അതായത് സ്ഥൂല ശരീരത്തിൽ നിന്നും വേർപെട്ട് സ്ഥൂല ശരീരം പരിണാമത്തിന് വിധേയമായി അത് പഞ്ചഭൂതങ്ങളായി പരിണമിക്കുമ്പോൾ അതിനകത്തിരിക്കുന്ന ഈ വ്യക്തിത്വം അവശേഷിക്കുന്നു. അതിന് നാശമില്ല. അത് ആഗ്രഹങ്ങളുടെ സമാഹാരം അതിനകത്തുള്ളത് കൊണ്ട് അത് വീണ്ടും ദേഹമെടുക്കാൻ പ്രേരിതനാകുന്നു. തൻ്റെ കർമ്മവാസനകളൊക്കെ അനുഭവിച്ച് തീരാൻ തനിക്കൊരു ശരീരം കൂടിയേ കഴിയൂ. നല്ല ഒരു വാർദ്ധക്യം ഉണ്ടായാൽ നല്ല ഒരു കുട്ടിക്കാലം നമുക്കുണ്ടാവും. എന്നാൽ വാർദ്ധക്യവും കെട്ടുപോയതാണെങ്കിൽ അതിൽ നിന്ന് ജനിക്കുന്ന കുഞ്ഞും
വികൃതമായിരിക്കും. അതുകൊണ്ട് നല്ല ഒരു ജന്മം ലഭിക്കണമെങ്കിൽ നല്ല ഒരു മരണം കൂടിയേ കഴിയൂ. നല്ല നിലയിൽ മരിക്കണമെങ്കിൽ ഈ ദേഹത്തോടും ലോകവസ്തുക്കളോടുമുള്ള അത്യധികമായ മമത നാം ഉപേക്ഷിച്ചേ പറ്റൂ. ഇവയിലുള്ള സത്യബുദ്ധി ഉപേക്ഷിച്ച് പരമമായ ആ ശക്തിയോട് ഏകീകരിക്കാനുള്ള ഒരു ത്വരയെങ്കിലും ഉണ്ടായാൽ ഇതെല്ലാം, ഈ ലോകത്തെയും ഈ നൈമിഷികമായ സുഖത്തെയും ഈ വസ്തുക്കളെയും ഉപേക്ഷിച്ച് തൻ്റെ യഥാർത്ഥ ഉൽപ്പത്തി സ്ഥാനമായിരിക്കുന്ന ആ സർവീശ്വരനിലേക്ക് തിരിയാൻ നമുക്ക് പ്രേരണയുണ്ടാകും. അങ്ങനെ ഈ ദേഹം ഉപേക്ഷിച്ച ആ ദേഹി പിന്നീട് അതിനനുസൃതമായ ഒരു ദേഹത്തിൽ പ്രവേശിക്കുന്നു. ആ ദേഹത്തിൽ പ്രവേശിക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ എത്രയോ കടവുകൾ വേണം. ആ ജീവനെ തനിക്ക് അർഹതയുള്ള ഒരച്ഛൻ്റെ ബീജമായി രൂപാന്തരപ്പെടണം. അതൊന്നും ആ ജീവൻ വിചാരിച്ചിട്ടല്ല, തന്നിൽ നിക്ഷിപ്തമായ കർമ്മത്തിനനുസൃതമായിട്ടാണ് തനിക്ക് അച്ഛനാകാൻ അർഹതയുള്ള ആളുടെ ബീജമായി പരിണമിച്ചത്. അങ്ങനെ ആ ബീജം അല്ലെങ്കിൽ ആ ജീവൻ പിന്നീട് അമ്മയാകാൻ അർഹതയുള്ള സ്ത്രീയുടെ ഗർഭത്തിലെത്തുന്നു. ആ ഗർഭത്തിൽ വെച്ച് അമ്മയുടെ അംശവും കൂടെ ചേർന്ന് അതിനൊരു ശരീരം രൂപാന്തരപ്പെട്ടു വരുന്നു. അപ്പം ജീവന് തൻ്റെ കർമാനുസൃതമായി ഒരു ശരീരം രൂപാന്തരപ്പെടുകയാണ് ചെയ്യുന്നത്. ജീവൻ തന്നെ അതിനകത്ത് ഇരുന്നു കൊണ്ട് ഇതിനോടൊന്നും സംബന്ധമില്ലാതെ തന്നെ ഇവയെ നിർമ്മിക്കുന്നു. ആ പരമാത്മാവിൻ്റെ ലീലാവിലാസം ഒന്ന് ആലോചിച്ചു നോക്കൂ. ഇതെത്ര വൈചിത്ര്യവും എത്ര അത്ഭുതകരവും എത്ര നിഗൂഢവുമായിട്ടാണ് ഇത് നിർവഹിക്കുന്നത്. 10 മാസം കൊണ്ട് അതിസുന്ദരമായ ഒരു ദേവാലയം, ദേവനിരിക്കാനുള്ള ദേവാലയം പണിത് പുറത്തേക്ക് വരുന്നു. പുറത്തേക്ക് വരുന്നതോടുകൂടി നാം എല്ലാം മറന്നു പോകുന്നു. ഗർഭത്തിലിരിക്കുമ്പോൾ 7-ാം മാസത്തിൽ തൻ്റെ പൂർവ ജന്മങ്ങളെക്കുറിച്ചെല്ലാം ഓർമ്മ വരികയും അവയിലെല്ലാം അത്രയും ശരീരം കിട്ടിയിട്ടും താൻ തൻ്റെ ഉൽപ്പത്തി സ്ഥാനത്തേക്ക് തിരിച്ചെത്താൻ സാധിച്ചില്ലല്ലോ, ഇനി എനിക്കൊരു ജന്മം കിട്ടുകയാണെങ്കിൽ ആ ശരീരത്തിലിരുന്ന് ഞാൻ നിസാരമായ ലോകവസ്തുക്കളുടെ പിന്നാലെ പായാതെ അടുക്കും വിധത്തിലുള്ള ജീവിതം മാത്രമേ നയിക്കുകയുള്ളൂ എന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. അങ്ങനെ 3 മാസവും കഴിഞ്ഞ് പുറത്തു വന്നു കഴിയുമ്പോൾ ആദ്യ ശ്വാസം വലിക്കുന്നതോടുകൂടി എല്ലാം മറക്കുന്നു. ഇന്നത്തെ നമ്മുടെ അവസ്ഥ പോലെ ഇന്ന് നാം എല്ലാം മറന്നു. കഴിഞ്ഞതെല്ലാം മറന്നുപോയി, വരാനുള്ളതും മറന്നുപോയി. ഇപ്പോഴുള്ളതിലാണെങ്കിലോ അല്പം പോലും സംതൃപ്തിയുമില്ല. ഇപ്രകാരം ജീവിച്ച് വാർദ്ധക്യത്തിൻ്റെ വക്കിലെത്തി രോഗങ്ങൾ കൂട്ടിനായി വന്നു. ഇനി എന്ത് എന്ന ചോദ്യചിഹ്നവുമായി ഈ ദേഹത്തെ ഉപേക്ഷിക്കുന്നു. ഇപ്രകാരമല്ലേ ഓരോ മനുഷ്യൻ്റെയും ജീവിതം? അതിൽ നിന്ന് വ്യത്യസ്തമായി ആ പരമസത്യത്തെ അറിയാൻ പറ്റുന്ന വിധത്തിലായിരിക്കണം നാം ഇവിടെ ജീവിക്കേണ്ടത്. വാർദ്ധക്യം വന്നു ചേരുമ്പോൾ രോഗങ്ങൾ കൂട്ടിനായി വരും. അതിൽ നിന്ന് മുക്തി നേടാൻ പ്രാർത്ഥിക്കുന്നു നിരന്തരം.